രാവിലത്തെ ഫുഡ് എന്താണെന്നറിയാമോ? ഇതേണ്ട ഇടിയപ്പവും മുട്ടക്കറി. ഇടിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇടിയപ്പത്തിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇടിയപ്പം എല്ലാം ശരിയാക്കി മാവെല്ലാം ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ച് ശരിയാക്കി അത് ഇടിയപ്പം ആർക്കും പറയേണ്ട ആവശ്യമില്ല. ഇടിയപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ വേവിച്ച് വെച്ചേക്കും. ഈ സവാള എന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിയരുത്, വലുതായിട്ട് അരിയണം. എന്നാലേ കറി നല്ല ടേസ്റ്റായിട്ടിരിക്കും, കഴിക്കാനൊരു ടേസ്റ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞാൽ കലങ്ങിപ്പോവും. ഇച്ചിരി വലുതായിട്ട് അരിയണം. ഈ അരപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാനായിട്ടിരിക്കുന്നത്. മുട്ടക്കറിക്കാണ് കേട്ടോ. 2 മുട്ട. ഇതൊരു 10 അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കശുവണ്ടി, ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ, ചിക്കൻ മസാല ഒരു നുള്ളു മതി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയോ ഒന്നും ചേർക്കത്തില്ല. ഇതിനകത്ത് 1 മുളക് ഇട്ടിട്ടുണ്ട്. ഇവിടെ എരി കുറവായതുകൊണ്ട് 1 മുളക്, പിന്നെ എരി ആവശ്യമുള്ളവർക്ക് 2 മുളകൊക്കെ ഇടാം. അത് 10 കശുവണ്ടി എടുത്തേക്കുന്ന. അരപ്പ് തോനെ വേണ്ടുന്നവർക്ക് അതിനനുസരിച്ചിടാം. ഇതിൻ്റെ ഈ ടിന്ന് കണ്ടോ എന്താണെന്നറിയാമോ? നമ്മൾ ജ്യൂസ് കുടിച്ച ടിന്ന്. ഇത് ഭയങ്കര ഞാൻ ഇടയ്ക്ക് കളയാൻ തോന്നിയില്ല. കണ്ടില്ലേ, ഞങ്ങൾ ജ്യൂസ് കുടിച്ചത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് അടച്ചൊക്കെ വയ്ക്കാം. അടച്ച് വയ്ക്കാം. ഇതിങ്ങനെ തുറന്നാൽ മതി. കണ്ടോ, ജ്യൂസ് കുടിച്ചിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരുന്നു. അത് നമുക്ക് ഇത് എണ്ണ ഒഴിക്കാനൊക്കെ നല്ല കണ്ടോ, എണ്ണ ഒഴിക്കാനൊക്കെ നല്ല സുഖമാണ്. അത് പിന്നെ ഇതിങ്ങനെ അങ്ങ് അടച്ചും വെച്ചേക്കാം. ചരിഞ്ഞ് പോകത്തൊന്നുമില്ല. അതിപ്പോൾ ഈ ജ്യൂസൊക്കെ നമ്മൾ കുടിച്ചതായിട്ട് നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചതാണ്. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് വെച്ചിരുന്നു, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. നമുക്കതിനകത്ത് കടുകിടാം. കടുക് കൂട്ടി പച്ചമുളക്. കറി വെച്ച് തീർന്നു. നിസ്സാര കറിയാണ്. കണ്ടേ, ഇത് ഒരു കുക്കറിനകത്ത് 1 വിസിൽ, അത്രയും പാടുള്ളൂ. 1 വിസിൽ കേൾക്കുമ്പോൾ കറിയായി, നിസ്സാരമായി. നമുക്ക് നമുക്ക് ഇടിയപ്പവും കൂടെ എടുത്ത് വയ്ക്കാം. ഇടിയപ്പം എൻ്റെ എടുക്കാനൊന്നും ദൂരെയായിപ്പോയി. അതുകൊണ്ട് സാധാരണ ഒരു പാചകമാണ് കേട്ടോ. ആരെയും കളിയൊന്നും ആക്കണ്ടെന്നെ. എല്ലാവരും ചോദിക്കും ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടൊരു മസാലക്കറി ഞാൻ വെച്ചത്. വലിയ പാടൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊരു മസാലക്കറി പെട്ടെന്ന് നമുക്ക് ചെയ്ത കറി വെച്ച് തീർന്നു. കണ്ടോ, ഇനി അരപ്പം ഒഴിച്ചാൽ മതി. ഇത് വേവിച്ച് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അണ്ടിപ്പരിപ്പും. നല്ല ടേസ്റ്റ്, ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒരു 10 അണ്ടിപ്പരിപ്പും ഇത്തിരി ഗരം മസാല. ഞാൻ ഗരം മസാല എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ല. കറി ഇത്രയേ ഉള്ളൂ. പിന്നെ മുട്ട, 2 മുട്ട, ഇത്രയേ ഉള്ളൂ. കറി ഉണ്ടോ? ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റായ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല കുഴമ്പ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറുമയൊക്കെ കഴിക്കുന്ന, മുട്ടക്കുറുമയൊക്കെ കഴിക്കുന്ന കണക്ക് തേങ്ങയൊന്നും അരയ്ക്കണ്ട. ഒരു 10 അണ്ടിപ്പരിപ്പ് മതി. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള കറി നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. നല്ല വലുതായിട്ട് അരിയണം സവാള. അപ്പോൾ കലങ്ങി പോവാതെ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. സവാള കിടക്കുന്നുണ്ട്, ഇത് കണക്കിരിക്കും. കറിയായി. ഇനി ഒന്നുമില്ല. ഇനി ഇത്തിരി കറിവേപ്പില ഇട്ടാൽ മതി. അതിൻ്റെ മേളിൽ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ
കറിയായി. സിമ്പിൾ കറി കേട്ടോ. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്. ഒന്നുമില്ല, നിസ്സാരമായ ഒരു സിമ്പിൾ മുട്ടക്കറി. എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഉപ്പുണ്ടോ നോക്കിയേക്കാം. ഒരു പൊടിയോളം ഉപ്പും കൂടെ വേണം. ഞാൻ ആദ്യമേ സവാളയ്ക്കകത്തെല്ലാം ഉപ്പിട്ട് വെച്ചതാണ്. ഒരു പൊടിയോളം ഉപ്പ്, ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കണം ഇവിടുത്തെ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കണ്ടില്ല. ഇനി ഒന്നും തിളയ്ക്കൊന്നും വേണ്ട, ഓഫാക്കുക. ഇത്രയേ ഉള്ളൂ മുട്ടക്കറി. ഓക്കെ, ഇടിയപ്പം അങ്ങനെ വേവുന്നുണ്ട്. ഇടിയപ്പം വേവുന്നുണ്ട്, മുട്ടക്കറി റെഡി. തീർന്നു. ഞങ്ങൾക്ക് മൊത്തം 8 ഇടിയപ്പം മതി. 8 ഇടിയപ്പം 8 ഇഡ്ഡലി, അങ്ങനെ ആയാലും ഒരു 8 എണ്ണേ ഉണ്ടാക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു. ചെറിയൊരു റെസിപ്പിയാണ്. ക്രിസ്മസ് ആയിട്ട് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.